ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ അപ്പത്തിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. നമുക്കിതിന് വേണ്ടി അരി കുതിർത്ത് വയ്ക്കുകയോ അരി അരയ്ക്കുകയോ ഈസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു 5-6 മിനിറ്റിനകത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ 2 കപ്പ് അവലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ വൈറ്റ് അവൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതാണ് അപ്പം എന്നൊക്കെ പറയുമ്പോൾ നല്ല വെളുത്തിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് അവൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ബ്രൗൺ അവൽ വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ അതൊരു ബ്രൗൺ കളറായിട്ട് നമ്മുടെ അപ്പത്തിൻ്റെ കളറൊക്കെ മാറുന്നു മാത്രം. അപ്പം ഞാനിതാ ഈ ഒരു 2 കപ്പ് അവൽ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്തോട്ട് ചേർക്കണം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് വറുത്ത റവ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഇത് വറുത്ത റവ കൊണ്ടാണ് ഉണ്ടാക്കാറ്. അപ്പം വറുത്ത റവ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതാ റവയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. തൈരെന്ന് പറയുന്നത് നല്ല ഒത്തിരി പുളിയുള്ളതല്ല, എന്നാൽ തീരെ പുളി കുറഞ്ഞതും അല്ലാത്തൊരു തൈര് എടുക്കുക. അത് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മിക്സൊക്കെ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നത് അതേ കപ്പിൽ 1 കപ്പ് വെള്ളം. ഇത് സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നും വേണമെന്നൊന്നുമില്ല. എന്നിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1 കപ്പും കൂടെ. പക്ഷെ ഞാൻ ഇളക്കി കഴിഞ്ഞപ്പോൾ 1 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ കൂടെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ വീണ്ടും 1/2 കപ്പ് വെള്ളം, അങ്ങനെ മൊത്തം 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിന് മൊത്തം വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കുതിർത്ത് വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ സമയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കുതിർത്ത് വെക്കാൻ നോക്കുക. അതല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റെങ്കിലും ഇതൊന്ന് കുതിർത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ എന്താണെങ്കിലും ഇവിടെ ഒരു 5 മിനിറ്റോളം കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തങ്ങ് കൊടുത്തു എന്ന് മാത്രം, കാരണം എല്ലായിടത്തും എല്ലാം ഒരുപോലെ അങ്ങ് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കറക്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ നോക്കണ്ടോ, ഈ റവയൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചത് എവിടെയാണെന്ന് പോലും കാണത്തില്ല, അത്രയും നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് ഒത്തിരി അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് അരഞ്ഞു കിട്ടും കേട്ടോ, അവലും റവയൊക്കെ. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തോട്ട് ഞാനിപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് കൊണ്ട് 2 3 ബാച്ചായിട്ടാണ് ഞാനിതൊന്ന് അരച്ചെടുക്കുന്നത്. നമ്മളെല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കുമ്പോൾ ഒന്ന് മിക്സിക്ക് ഭയങ്കര പ്രഷറായിരിക്കും, 2 അത് പ്രോപ്പറായിട്ട് അരഞ്ഞു വരത്തില്ല. അപ്പോൾ ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ള ആ ഒരു അവലിൻ്റെയും റവയുടെ മിക്സിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ 1 മിനിറ്റ് ഞാനൊന്ന് അടിക്കാൻ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്സിയിൽ. എന്നിട്ട് നല്ല തിക്കായിട്ടുള്ള ഈ ഇതുപോലത്തെ ദോശയ്ക്കൊക്കെ നമ്മൾ അരയ്ക്കുന്ന ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ രീതിക്കാണ് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളം നിങ്ങൾക്ക് ഒത്തിരി അങ്ങ് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ മിക്സിക്കകത്തോട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ചേർക്കുക. കാരണം നമുക്കിതൊരു അളവ് യൂസ്ഡ് ആവുമ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ഒരു 1-2 തവണ ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ അളവൊക്കെ കറക്റ്റ് കിട്ടുക. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ചേർക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മാവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതുവരെ ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇനിയാണ് ഞാൻ ഉപ്പ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മളൊക്കെ സാധാരണ ഇപ്പോൾ ഏകദേശം ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടാവും, ഒരു ടീസ്പൂൺ കണക്കിൽ. ഞാനിപ്പോൾ ഒരു കൈയളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് എനിക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവണം. അപ്പം അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതൊരു അപ്പമായതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സൂത്രമാണ് നമുക്കറിയാം. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറൊക്കെയാണ്. അപ്പം ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാല് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്, നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പാലും ബേക്കിംഗ് സോഡയും ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊക്കെ കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഒത്തിരി ഇളക്കേണ്ട കാര്യമില്ല, നമുക്കതിൻ്റെ ആ പാലൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ആകത്തക്ക രീതിയിൽ, അതുപോലെ ബേക്കിംഗ് സോഡ ആകത്തക്ക രീതിയിൽ വളരെ സോഫ്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി അങ്ങ് സ്പീഡിൽ അങ്ങ് ഇളക്കി കൊടുക്കരുത് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട്, ബേക്കിംഗ് സോഡ ചീത്തയല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ബേക്കിംഗ് സോഡ വെച്ചിട്ടുള്ളതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിക്കൊക്കെ ഇങ്ങനത്തെ ചില കോംപ്രമൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം സമയമില്ലാത്തവർക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാം. ബേക്കിംഗ് സോഡ തീരെ ഭയങ്കര മോശമൊന്നുമല്ല, നമുക്ക് വല്ലപ്പോഴൊക്കെ ബേക്കിംഗ് സോഡ കഴിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ബേക്കിംഗ് സോഡ സത്യത്തിൽ ചില രോഗങ്ങൾക്കൊക്കെ നമ്മൾ കഴിക്കുന്ന ഒന്നാണ്, ഇപ്പം വയറിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾക്കൊക്കെ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് നോക്കാം. അപ്പം ഞാൻ എന്താണെങ്കിലും ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്തത്, ഈസ്റ്റ് ചേർക്കാതെ. അപ്പോൾ ഇനി നമുക്ക് ചുട്ടെടുക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. ഞാനിവിടെ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അതിനുശേഷം ഈ പാൻ ചൂടായിട്ട് വരുമ്പം ഇതിനകത്ത് എണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കണ്ട. നേരെ തന്നെ മാവ് ഞാനൊരു 1.5 കയ്യിൽ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, ഇത് ചെറുതായിട്ട് ഇങ്ങനെ കുമിളകൾ വരാൻ തുടങ്ങും. ഇത് മൂടി വെക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കേട്ടോ. ഇതിങ്ങനെ പതുക്കെ ഇരുന്ന് ഇതിൻ്റെ മേലുള്ള മാവൊക്കെ ഒന്ന് നന്നായി വറ്റി നല്ല വെന്ത് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാവിൻ്റെ മുകൾ ഭാഗം കണ്ടോ, നന്നായിട്ടൊക്കെ അത് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റുമാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവില്ല. ഞാനിങ്ങനെ എടുക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ടൊന്നുമില്ലായിരുന്നു, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂടി വെക്കേണ്ട കാര്യമില്ല, തിരിച്ചിടേണ്ട കാര്യമില്ല. ഇനി നേരിട്ട് തന്നെ നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ട് ഇതേപോലെ ഒന്ന് മാറ്റിയിടാം. ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് അപ്പം ചുട്ടെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഇപ്പം ഉണ്ടാക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. ഞാനിങ്ങനെ ഇത് പകുതി ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാനും ചെയ്യുന്നത്, എന്നിട്ട് നാളെ ഇത് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതെങ്ങനെയാണെന്നുള്ളത് കാണേണ്ടതാ. ഇതാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത്. നല്ല പഞ്ഞിക്കുട്ടം പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന തൈരിന് അല്പം പുളി കുറവുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പുളി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി, കാരണം ഇവിടെ ഇപ്പം അങ്ങനെ പുളിയുള്ള തൈര് കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ പാക്കറ്റിൽ നിന്ന് മേടിക്കുന്ന തൈര് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, അതിന് വലിയ പുളിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അപ്പവും. ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.